എറണാകുളം ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. കടലാക്രമണം രൂക്ഷമായ വൈപ്പിൻ എടവനക്കാട് മേഖലയിൽ ടെട്രോപോഡ് കടൽഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി വൈപ്പിൻ മുനമ്പം സംസ്ഥാന പാത ഉപരോധിച്ചു. ജില്ലയിൽ മലയോര മേഖലകളിലേക്കുള്ള രാത്രികാല യാത്രാ നിരോധനം തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ എറണാകുളം ജില്ലയിലെ തീരപ്രദേശങ്ങളും മലയോര മേഖലകളും ഒരുപോലെ ദുരിതത്തിലാണ്. മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ ഭീഷണി തുടരുമ്പോൾ തീരപ്രദേശങ്ങളിൽ കടലാക്രമണമാണ് രൂക്ഷമായിരിക്കുന്നത്. ചെല്ലാനം, മുനമ്പം, എടവനക്കാട് മേഖലകളിൽ ശക്തമായ കടലാക്രമണമാണ് വേലിയേറ്റ സമയത്ത് ഉണ്ടാകുന്നത്. വൈപ്പിൻ എടവനക്കാട് തീരദേശ മേഖലയിൽ കടലാക്രമണം രൂക്ഷമായ സ്ഥലങ്ങളിൽ ടെട്രാപോഡ് ഉപയോഗിച്ച് കടൽഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. വൈപ്പിൻ മുനമ്പം സംസ്ഥാന പാതയിലെ ഉപരോധം മണിക്കൂറുകളോളം നീണ്ടു. പുലിമുട്ടോടുകൂടിയുള്ള ചെല്ലാന മോഡൽ ടെട്രോപാഡ് രീതിയിൽ കടൽഭിത്തി പുനർനിർമ്മിക്കുക. 2.5 കിലോമീറ്റർ 20 വർഷമായി വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണിത്. 20 വർഷം വഞ്ചിക്കപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഈ തെരുവിൽ, ഈ പെരുമഴയത്ത് ഇവിടെ ഈ റോട്ടിൽ കുത്തിരിക്കേണ്ട അവസ്ഥ വന്നത്. ആ അവസ്ഥക്ക് ഞങ്ങൾക്ക് മാറ്റം വരണം, അല്ലാണ്ട് ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കില്ല. സബ് കളക്ടർ കെ മീരയെത്തി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല. കടലാക്രമണം രൂക്ഷമായ സ്ഥലങ്ങളിൽ പ്രാഥമികമായി ജിയോ ബാഗ് സംവിധാനം ഏർപ്പെടുത്താമെന്നും തുടർ നടപടിക്കായി സർക്കാരിന് ശുപാർശ നൽകാമെന്നും സബ് കളക്ടർ അറിയിച്ചെങ്കിലും റോഡ് ഉപരോധം തുടരുകയായിരുന്നു. എല്ലാവരുടെ ആവശ്യം എന്ന് പറയുന്നത് ടെട്രാപോഡ് തന്നെയാണ്. നമ്മൾ അതിനുള്ള DPR ഓൾറെഡി ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, ജില്ലാ ഭരണകൂടം. അതിൻ്റെ എന്താ പറയുക, പ്രൊസീജിയേഴ്സ് നടന്ന് അവിടുന്ന് സാങ്ഷൻ വരുന്ന മുറയ്ക്ക് നമുക്കത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇമ്മീഡിയറ്റ്ലി അത് കൊണ്ടുവരണമെന്ന് പറയുമ്പോഴാണ് നമുക്ക് ഒരു പ്രതിസന്ധി വരുന്നത്. പിന്നെ നമ്മൾ തൽക്കാലം ആസ് ഓഫ് നൗ ഒരു ടെമ്പററി സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ ജിയോ ബാഗ് സജസ്റ്റ് ചെയ്യുന്നത്. അത് അവരത് അംഗീകരിക്കുന്നില്ലെങ്കിൽ കൂടെയും നമുക്ക് ഒരു ആസ് ഓഫ് നൗ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്, എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. അതിനുള്ള നമ്മൾ ഓൾറെഡി 150 മീറ്റേഴ്സിനുള്ളത് സാങ്ഷൻ ആക്കിയിട്ടുണ്ട്. അതിൽ ജൂട്ട് പ്രൊട്ടക്ഷനും ജിയോ ഫൈബർ പ്രൊട്ടക്ഷനും എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്കൊരു ഡ്രെയിനേജ് ചാനൽ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന് ഇറിഗേഷൻ ഓൾറെഡി നമ്മൾ ഫണ്ട് സാങ്ഷൻ ആക്കിയിട്ടുണ്ട്. മണൽവാടയും അതുപോലെ പഞ്ചായത്ത് നിർമ്മിക്കുന്ന മുറയ്ക്ക് അവർക്ക് അതിനുള്ള പൈസ കൊടുക്കാമെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ശക്തമായ മഴയിൽ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം തുറക്കാൻ റവന്യൂ വിഭാഗം ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി.